ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാറ്റോക്സ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വീണ്ടും ആൻറ്റിയുടെ വീട്ടിലായിട്ടാണ്. ഞങ്ങൾ ഇന്ന് ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ അടുത്താണ് ഇവിടെ. പക്ഷെ അത് എന്തിനാന്നുള്ളത് ഞങ്ങൾ പയ്യെ പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തിനാന്നുള്ളത് പയ്യെ പറയാം. ഇതിൻ്റെ ചാച്ചമാരും ആൻറ്റിമാരും കസിൻസൊക്കെ എല്ലാവരും വരാനിരിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ പപ്പയും അമ്മയൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കൂടി എത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം അല്ലേ ഗൈസ്? ഓക്കെ ഗൈസ്. ഹായ് ഗായ്സ്, എന്തിനാ നമ്മൾ ഇന്നിവിടെ വന്നേക്കണേ? കിടക്കാനാണോ നമ്മളിന്ന് വന്നേക്കണേ? കിടക്കാനാണോ? നമുക്ക് എല്ലാവരുടെ അടുത്തും പോയെന്ന് ചോദിച്ചാൽ എന്തിനാ വന്നേക്കണേന്ന്? വേണ്ടേ? മലയാറ്റൂര് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. പുള്ള വീഡിയോ കണ്ടോ? വാ, ഇത് ആരാന്ന് നോക്കി, തുമ്പി ചേച്ചിയാണോ നോക്കിയേ. വാ, വേറൊരാളുണ്ട് കൈസ്, കയറിക്കേ. വാ, ഇതാരത്? തുമ്പിയാണോ നോക്കിയേ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് എലുമ, ഒരു ഹായ് പറഞ്ഞേ എലുമ. ഗൈസ്, ഇന്ന് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കസിൻസ്, ചേട്ടൻ, ചേച്ചിമാര് എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു സർപ്രൈസ് ആണ്, പറയാൻ ഞങ്ങൾ വൈകാതെ തന്നെ. എന്താ പറയുക, എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ അലുമ? അതെ, ഞങ്ങൾ എല്ലാവരും ഓരോരോ സ്ഥലത്ത് ഇരിക്കുകയാണ് അല്ലടാ? ഗായ്സ്, ഇതാണ് എൻ്റെ മൂത്ത ചേച്ചി, എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മൂത്ത മോളാണ്. ഞങ്ങൾ പൊന്നൊക്കെ വിളിക്കും. കുഞ്ഞേച്ചി ഇപ്പം ഇവിടുത്തെ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് വന്നേക്കണെയാണ്. കുറെ നാളെത്തി ഞങ്ങൾ കണ്ടിട്ട്. അപ്പൊ എന്തെങ്കിലും പറ. കൊറേ നാള് കൂടി കാണാണ്, അതിന്റെ സന്തോഷമുണ്ട്. എല്ലാരെയും കാണാൻ പറ്റി, സന്തോഷം. പിന്നെന്താ ഗൈസ്, 2 കുട്ടികളുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇത് അനിയനാണ്, ചേച്ചിയുടെ അനിയനാണ്, തൊട്ട് താഴെയുള്ള അനിയനാണ്. എല്ലാവരും ഇത് എപ്പോഴും പറഞ്ഞില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർ കേട്ടാ കുഴപ്പമൊന്നുമില്ല. എന്നെ കാണിക്കൂ. അങ്ങനെ കാണിക്കൂ. 24 വയസ്സ്, ഡ്രൈവറാണ്. താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷ സ്വീകരിക്കുന്നു. ഓക്കെ, താങ്ക് യു. തുമ്പി അവിടെ ഇരിക്കുന്നു. തുമ്പി അവിടെ മീമീനെ മഷി ഇട്ടൊക്കെ കാണൂല്ലോ. പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ഇപ്പൊ നാണായി എല്ലാവരുടെ അടുത്ത് കണ്ടപ്പോ. രണ്ടുപേരേ പോണു. അവനോടി ചേട്ടായി ഒരു ഹായ് പറയൂ. ഹായ് ചേട്ടാ, ഒരു ഹായ് പറയൂ. പറ ഇങ്ങനെ ഹായ് പറ. ഓക്കെ, അപ്പച്ചാ ഒരു ഹായ് പറഞ്ഞേ. അമ്മച്ചി ഒരു ഹായ് പറഞ്ഞേ. അതാ നമ്മുടെ താരവാലുവേല ഹായ് പറയൂ. ഗൈസ്, ഒരു ഹായ് പറയൂ. ഗൈസ്, ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന അടുത്ത ആളാണ് അപ്പു. ജെഫിന്നാണ് പേര്. എന്റെ അടുത്ത കസിനാണ്. ഇവനിപ്പോ എറണാകുളത്താണ് വർക്ക് ചെയ്യണേ. അവനിപ്പോ ലാൻഡ് ചെയ്തേ ഉള്ളൂ, ഇപ്പൊ വന്നുള്ളൂ. അപ്പുവിന്റെ വീട് തൊടുപുഴയിലാണ്. ഇവിടെ ചാച്ചനൊക്കെ വന്നിട്ടുണ്ട്. എന്റെ പപ്പയുടെ മൂത്ത ഏട്ടനാണ്. ഇവിടെ ആന്റി ഉണ്ട്. ആന്റി ഒരു ഹായ് പറയൂ. ഹായ്. ഇപ്പറ ചാച്ചൻ ഇരിക്കുന്നുണ്ട്. ചാച്ചനെ കാണിച്ചൊക്കെ കണ്ടോ, ഇതാണ് ചാച്ചൻ. അയ്യോ ഹായ്. ആന്റി ഒരു ഹായ് പറയൂ. ഹായ് പറ. ഇങ്ങനെ കഴിയൊക്കെ ഹായ് പറ. അവര് ഓടി. ഗായ്സ്, എന്റെ അമ്മയും പപ്പയും എത്തി. അമ്മയും പപ്പയും ഹായ് പറഞ്ഞേ. എനിക്ക് എന്റെ ഇതിലേക്ക് ഹായ് പറയാനാ പറഞ്ഞത്. ബാ, കമോൺ, കേറി വരുമോ? അപ്പോൾ എൻ്റെ പപ്പയും അമ്മയും അനിയന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പാണ്. ഇതേ ഇരിക്കുന്നത് എൻ്റെ മൂത്ത അനിയനാണ് കേട്ടോ. ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിപ്പാണ്.
ഞങ്ങളൊക്കെ എന്നാ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം എല്ലാവരും വന്നേക്കണേ കൊണ്ടും കണ്ടേക്കണേ കൊണ്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കുറെ നാളായില്ലടാ കണ്ടിട്ട്, നമ്മള് കുറെ നാളായി കണ്ടിട്ട് ജോമച്ചിനെ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നതുകൊണ്ട് എല്ലാവർക്കും കാണാനൊക്കെ പറ്റി. എല്ലാരും ഭയങ്കര ഹാപ്പി അല്ലടാ? പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ വർത്താനൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ഇന്ന് സ്പെഷ്യൽ ഫുഡാണ് ഗൈസ്. പിടി കോഴി, അതുപോലെ തന്നെ കപ്പയിലും പിന്നെ ചോറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബേഷ ഫുഡ് കഴിച്ചു. തുമ്പിക്ക് വേണ്ടേ ചിക്കനോ? അയ്യോ, ചിക്കൻ ദേ കിടക്കണോ? ചിക്കൻ പുള്ളിക്ക് ചിക്കൻ വേണോ? ഇല്ലു നോക്കട്ടെ. ഗായ്സ് ഒരു ഹായ് പറയൂ. ഹായ്, ഒരു ഹായ് പറയൂ കൃഷ്ണപ്രിയന്റെ അനിയ. എവിടെ തല കാണാൻ പറ്റുന്നില്ല, ഈ ഷാവലിന്റെ പൊട്ടത്തല കാരണം കാണാൻ പറ്റുന്നില്ല. നീ പറഞ്ഞൊരു ഹായ്. എടാ ഷാവുല് നീ പറയട ഒരു ഹായ്. നീ കമന്ന് കുത്തി കിടക്കാതെ ഒരു ഹായ് പറയടാവേ. എന്താ ലിതാൻഡി? എന്താ ചാടി അപ്പോൾ ഇതാണ് ഗായ്സ് വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞേച്ചി കാനഡയ്ക്ക് പോവുകയാണ് നാളെ. കുറേ നാളത്തെ കുഞ്ഞേച്ചിയുടെ പരിശ്രമത്തിന് ശേഷം ചേച്ചി നാളെ പോവുകയാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായുള്ള കേക്ക് മുറി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം തന്നെ കേക്ക് മുറിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ തുമ്പിയും എരുമയും കൂടി വന്ന് ചാടി വീണു ഞങ്ങൾക്കും കൂടി മുറിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ രണ്ടുപേരുടെയും കൈ പിടിച്ച് മുറിക്കലായി. തുമ്പി അവിടെ ഇരുന്ന് വാരി തിന്നുന്നുണ്ട് കേക്ക്. അവൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും കൂടി അടിയാവോ? രണ്ടും കൂടി അടിയിട്ട ഞങ്ങൾ ആ തിന്നോണ്ടിരിക്കുമല്ലോ. ഇനി ഇച്ചിരി നേരം മിണ്ടാണ്ടിരിക്കുന്നു. ഇനി കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുന്നു. അപ്പച്ചന്റെ അമ്മച്ചിക്ക് കൊടുക്ക്. അമ്മച്ചി എന്ത്? അല്ല അമ്മച്ചി എന്ത്? അമ്മച്ചി നിൽക്കണോ? അമ്മച്ചി ആ എല്ലാരും എന്തുകൊണ്ട് ഫോട്ടോ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാനിത് കുഞ്ഞിച്ചിടയിലിരിക്കുന്നത് കണ്ടത്. ഇതാണ് കനേഡിയൻ ഡോളേഴ്സ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റായി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. പപ്പയും അമ്മയും ഇന്ന് പോവും, നാളെ അവർ എയർപോർട്ടിൽ വരണില്ല. ഓക്കേടാ, ശരി ശരി ആച്ച ആന്റി. എത്ര ഉണ്ടോടാ? 18.6. അടുത്ത ആള് കേറിക്കേ. ആ സൂക്ഷിച്ച്. എവിടെ? അയ്യോ കാണാൻ പറ്റുന്നില്ല, നോക്കട്ടെ. ഓ 12.2. ഞങ്ങള് പണ്ട് മയാച്ചൂര് പോയി. എന്നിട്ട് എല്ലാം മേടിച്ച്
അച്ചു പിന്നെയോ വൈ വെളിച്ചത്തേക്ക് എന്നിട്ട് പറ. നമ്മളെപ്പോഴാ മലയാറ്റൂർക്ക് പോയേ? ഞാൻ പറയുന്നില്ല കേട്ടോ. ഗായ്സ്, ഞങ്ങളിപ്പോ കുഞ്ഞേച്ചിക്ക് പോകാനുള്ള പെട്ടിയിൽ വെക്കാനുള്ള എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയ്ക്ക് പോകാനുള്ള പെട്ടിയിലുള്ള എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ. അങ്ങനെ രാവിലെ എണീറ്റ് ചായ കുടിച്ചു. ആദ്യം തന്നെ ഈ മാക്രിയുടെ മോന്തയാണ് കണി കണ്ടത് ഗൈസ്. എന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇരുന്നു. ഗൈസ്, ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് ചേച്ചിയുടെ പെട്ടിയില് ഇവരെ പേരൊക്കെ എഴുതി ഒട്ടിക്കുകയാണ്. അങ്ങനെ പരിപാടികളാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അതൊന്നും കാണാനല്ലേ എടുക്കണേ. നീ നേരത്തെ എനിക്ക് വിളിക്കണം. ചാച്ചാന്ന് പറയില്ലേ? നീ ഇങ്ങോട്ട് അടുത്ത ഗ്ലാസ് വെച്ച് ഇങ്ങോട്ടാ ഫോട്ടോ പഠിക്കണോ? കണ്ണടക്കടയിലോ? രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും റെഡി ആവാനായിട്ട് പോയി. ഞാനും റെഡി ആവാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി. കുഞ്ഞേച്ചി ഇറങ്ങി. കുഞ്ഞേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ ക്യാപ്പ് എടുത്തോന്ന് എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ അന്നേരം എന്തൊക്കെയോ പറഞ്ഞു. എലും അതേ ടാറ്റ വരുന്നുണ്ട്. അവൾ പോകാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാം കൂടി കുഞ്ഞേച്ചിയുടെ ഫ്രണ്ട് ഷാഹുലിൻ്റെ വണ്ടിക്കകത്താണ് പടച്ചേറിയത്. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് വൈബടിച്ച് വർത്തനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നെടുമ്പാശ്ശേരിയിലെത്തി ഗായ്സ്. ചാച്ചമാരും ആൻറ്റിമാരൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ വന്ന പകുതി പേരൊന്നുമില്ല. കാരണം കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ കൊണ്ടുപോയാക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞുള്ളിലോട്ട് കയറി ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു കുഞ്ഞേച്ചിക്ക് ലാസ്റ്റായിട്ട് ടാറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടികൾ നോക്കുകയാണ്. കാറ് തപ്പിക്കഴിഞ്ഞപ്പം ഏതോ ഗുദാമി കൊണ്ടാണ് ഷാഹുൽ കാറിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൻ ആ വിമാനത്താവളം ഫുൾ നടത്തിപ്പിച്ചു. എന്ത് ചെയ്യാനാ, ഒരു നിവർത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ അവൻ്റെ പുറകെ ഇങ്ങനെ നടന്നു. അങ്ങനെ വലിക്കാൻ പറഞ്ഞാൽ അച്ഛന്റെ മുഖത്തേക്കൂടെ ദൈവമേ സ്മെല്ല് അതിന്റെ നല്ല മണമല്ലേ? ഗായ്സ്, അപ്പം ഞാൻ ചേച്ചിനെ കൊണ്ടുവന്നാക്കിയിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നു. ചേച്ചി കുറച്ചു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് എടുത്തു, വിൻഡോ സീറ്റാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അയച്ചു തന്നൊരു ഷോട്ട് ഉണ്ടായി. ഞാനപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും വേറെ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ. Play it cool, baby. I ain't playing by your rules.
surround